Scientific management. Definition of scientific management. Scientific management is a theory of management that analyzes and synthesizes workflows. Its main objective is improve economic efficiency, especially labor productivity. It was one of the earliest attempts to apply science to the engineers of process to management. Scientific management is something known as Taylorism after his pioneer and Frederick Wilson Taylor. പറയുന്നത് നമുക്ക് ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. നമ്മുടെ വർക്കിൻ്റെയും എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഫെഡറിക് വിൽസൺ ടൈലറാണ് നമുക്ക് ഈ സംഭവം പരിചയപ്പെടുത്തിയത് ആദ്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സംഭവം ഈസി ആകും. നമുക്ക് ഒബ്ജക്റ്റീവ്സ്, എക്കണോമി എഫിഷ്യൻസിയും എസ്പെഷ്യലി ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റിയും അതെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാനും എല്ലാത്തിനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഫെഡറിക് വിൽസൺ ടൈലർ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ട്. ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഡിവൈഡ് ദി വർക്ക് ആൻഡ് പ്ലാനിങ്. In scientific management, the division of doing the work and planning are to be made separating for a smooth function of work. അപ്പം നമുക്ക് ഡിവിഷൻ ഓഫ് വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വർക്ക് ഓരോ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് വർക്കൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സ്മൂത്ത് ഫ്ലോ ആവും വർക്കിന്. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് പ്ലാനിങ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വർക്ക് സ്റ്റഡി ഓൺ എ സയൻറ്റിഫിക് ബേസിസ്. അപ്പോൾ ഓരോ വർക്ക് നമ്മൾ സ്റ്റഡി ഓരോരോ ബേസിസിലാണ് നമ്മൾ ചെയ്യുക. ഇൻ ആൻ ഓർഗനൈസേഷൻ അണ്ടർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇറ്റ് ടെൽസ് ദാറ്റ് ദി വർക്ക് ഹാസ് ടു ബി ക്യാരിഡ് ഫോർവേഡ്, മസ്റ്റ് ബി പ്രോപ്പർലി അനലൈസ്ഡ് ആൻഡ് ഓൾസോ ദി വേസ്റ്റേജ് ഓഫ് ടൈം, മോട്ടിവേഷൻ ആൻഡ് ഫേറ്റ്വിക്. അപ്പോൾ ഓരോരോ നമ്മൾ ടൈമിങ്ങിനായിരിക്കുമല്ലോ ഓരോന്ന് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോരോ ടൈമിങ്സിൽ വെച്ചിട്ടും നമ്മൾ ഇന്ന സമയം കളയാതെ നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെ മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ. സെറ്റിംഗ് അപ്പ് സ്റ്റാൻഡേർഡ് ഇൻ ഓർഗനൈസേഷൻ. സ്റ്റാൻഡേർഡ് ആർ സെറ്റപ്പ് ഇൻ ദി വർക്കിംഗ് കണ്ടീഷൻ, ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് പ്രോപ്പർ വർക്ക് പ്രൊവൈഡഡ്. അപ്പോൾ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നത് വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് നല്ല ഒരു കാലാവസ്ഥയായിരിക്കണം, പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നണം. അപ്പോൾ അതിനുള്ള ടൂൾസും മെറ്റീരിയൽസും എല്ലാം എക്യുപ്മെൻറ്റ്സും നമുക്ക് അവിടെ ഫെസിലിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഇൻവോൾവ് ചെയ്ത് നമുക്ക് തന്നെ ഒരു എനർജി കിട്ടും ആ ഒരു വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, selection and training of workers scientifically. Okay, F.W. Taylor has mentioned that the employee in an organization has to be critically selected, provided them with eminent training, and also should be developed. In scientific management, when worker and given proper training, the capacity of a worker will enhance. അപ്പം അവർക്ക് ഓരോരോ ട്രെയിനിങ്സും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ അവർക്ക് എന്ത് ജോബ് എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിന് ഇത് യൂസ് ആവും. ഫിഫ്ത്ത് വൺ, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ടു ദി വർക്കേഴ്സ്. ഗുഡ് പെർഫോമൻസ് വർക്കേഴ്സ് ആർ ടു ബി പ്രൊവൈഡഡ് വിത്ത് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് which will motivate him to do more and more works. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എന്തെങ്കിലും ജോബ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ സാധനങ്ങൾ സംതിങ് ലൈക്ക് ഇനി ഗവൺമെൻറ് ജോബാണെങ്കിൽ ഗവൺമെൻറ് അവരിങ്ങനെ ഓരോരോ ഫെസിലിറ്റീസ് കൊടുക്കുമല്ലോ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അങ്ങനെ ഓരോരോ ഫെസിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇത് നമുക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും അത്. സിക്സ്ത് വൺ, എക്കണോമി ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ്. ഇൻ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അഡ്വക്കേറ്റ് അറ്റൻഷൻ ഷുഡ് ബി ഗിവൻ ടു എക്കണോമി ആൻഡ് പ്രോഫിറ്റ്, ടെക്നിക്സ് ഓഫ് കോസ്റ്റ്,
Estimate and work control should be adopted that will lead a higher wage of works. അപ്പോൾ നമ്മൾ ഇത് സംഭവത്തിൽ വരുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പൈസയും നമ്മൾ എല്ലാം കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈ സാലറി കിട്ടും അങ്ങനെയൊക്കെ പറയാം. ഷുഡ് ബീൻ നമുക്ക് എക്കണോമിയിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. ടെക്നിക്സ് അതെല്ലാം കൂടി കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് ഷുഡ് ബി അങ്ങനെ എല്ലാതും അഡോപ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇതിൽ. മെറിറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. മെറിറ്റ്സ് അപ്പോൾ അതിൻ്റെ നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്സ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. നമ്മളുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടും. അപ്പോൾ അതിൻ്റെ നമ്മളെ കപ്പാസിറ്റി നമുക്ക് എത്ര കൂടുതലും വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മളൊരു ഫാക്ടറി തുടങ്ങിയ ഫാക്ടറിയിൽ നമുക്ക് എന്തൊക്കെയൊക്കെ സാധനങ്ങൾ കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. പ്രൊഡക്ഷൻ കോസ്റ്റ്. സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ കോസ്റ്റ് ക്യാൻ ബി ലോവേഡ്. അപ്പോൾ നമ്മൾ മെഷീൻസൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ നമ്മൾ കുറേ സാധനം ഉണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിറയെ സാധനം ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് വരികയും ചെയ്യാം. ഹയർ വേജസ്. തേർഡ് വൺ, അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടും. നമ്മൾ നിറയെ സാധനം ഉണ്ടാക്കി വിൽക്കുമ്പോൾ നമുക്ക് നിറയെ പൈസ കിട്ടുമല്ലോ. അപ്പോൾ അതിനാണ് ഹയർ വേജസ്. എഫിഷ്യൻസി ഇൻക്രീസ്ഡ്. പിന്നെ നമ്മളുടെ ഓരോ കഴിവുകളും അങ്ങനത്തെ എല്ലാതും ഇൻക്രീസ് ആവും. പിന്നെ നമ്മളുടെ അങ്ങനെയൊക്കെ എല്ലാം ഇൻക്രീസായി വരും, കൂടുതലാവും. ഫിഫ്ത്ത് വൺ, സ്കോപ്പ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ലാർജ്. നമുക്ക് അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ ഡെവലപ്മെൻറ്റും കൂടുതലായി വരും. അല്ലാണ്ട് കുറയുകയില്ല. നമ്മളുടെ സ്കോപ്പ് ആ ഒരു ഇതില്ല, സ്കോപ്പ് അത് കൂടുതലായി വരും അങ്ങനെ പറയാം. സിക്സ്ത് വൺ, ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. നമുക്ക് ഓരോ റിസോഴ്സസ് കുറേ റിസോഴ്സസ് ഉണ്ട് നമ്മളുടെ അറൗണ്ട്. ഇപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാടെണ്ണം വരും. അപ്പോൾ അങ്ങനെ ഓരോരോ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യും. സെവൻത് വൺ, ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ്. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമവർക്ക്. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമാവും ഇവർ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വിശ്വാസമായി നമ്മൾ തന്നെ പോയി വാങ്ങുമല്ലോ. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ആമസോൺ യൂസ് ചെയ്യുന്നത് ബിക്കോസ് നല്ലൊരു മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, ക്രിറ്റിസിസം ആൻഡ് ഡിമെറിറ്റ്സ്. അതിൻ്റെ ബാഡ് തിങ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇംപ്രൂവ് ടെക്നോളജി ആൻഡ് മെഷീൻസ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ കൂടുതൽ മെഷീൻസ് കൊണ്ടുവന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനായിട്ടുള്ള നല്ല ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണ് മെഷീൻസ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെൻറ്റ്. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഷെയർ ദി ഗെയിൻ ഓഫ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി വിത്ത് വർക്കേഴ്സ്. ഇപ്പം മാനേജ്മെൻറ്റിന് നിറയെ പൈസ കിട്ടി. ബിക്കോസ് കിട്ടി അത് അവരുടെ കയ്യിലേ നിൽക്കുള്ളൂ. അല്ലാണ്ട് ഈ വർക്കേഴ്സിനും അവർക്കൊന്നും കൊടുക്കില്ല. അങ്ങനെയുണ്ട്. തേർഡ് വൺ, ജോബ് സാറ്റിസ്ഫാക്ഷൻ റിക്വയർഡ്. ചിലവർക്കൊന്നും ജോബ് കിട്ടി പറഞ്ഞു, പക്ഷെ അവർക്ക് നല്ല കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരും ജോലി ചെയ്യണ്ടാവുക. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെയുണ്ട്. ഇനീഷ്യേറ്റീവ് ബിക്കം മിനിമൽ. അവരുടെ ഇനീഷ്യേറ്റീവ് കുറയും. അങ്ങനെയൊക്കെ വരും. ട്രേഡ് യൂണിയൻസ് ആർ ബി അവോയ്ഡഡ്. അപ്പോൾ ഇന്ന് ഓരോരോ ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ആൾക്കാരെ കൊണ്ട് ചേർത്തുകയും അങ്ങനെ കുറേ യൂണിയൻസ് ഉണ്ടാവും. ഒരു കമ്പനീൻ്റെ ഉള്ളിൽ എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല ഈ ട്രേഡ് യൂണിയൻസ്. അവരുടെയൊക്കെ വോയിസ് കമ്മിയാവും. അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ മൊത്തമായിട്ട് ഇല്ലാണ്ടാവും അവർ. സിക്സ്ത് വൺ, നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ്. ചെറിയ ബിസിനസ്സിനൊന്നും ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, വലിയ ബിസിനസ്സുകൾക്കായിരിക്കും നമുക്ക് ഇത് യൂസ് ആവുകയുള്ളൂ. Conclusion. The development of the scientific management led by Frederick Taylor earlier last century has a clear and direct influence on the development of both operations management and operation research. Moreover, the influence is not static, but rather a dynamic influence. Clearly, the scientific management is not considered a collection of techniques
but rather an approach to manage founded on a commitment to science and friendly cooperation. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ചത് ഫെഡറിക് ടൈലറാണ് ഇൻ ലാസ്റ്റ് സെഞ്ച്വറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫെഡറിക് ടൈലർ കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നല്ലൊരു യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും താങ്ക് യു.